പറയുന്നത് കൊണ്ട് ചന്ദ്രന് വിഷമമൊന്നും തോന്നരുത്. ഈ ലോകത്തെ ഏറ്റവും നാണം കെട്ട അച്ഛൻ നിങ്ങളാണ്. 5 പെൺമക്കളുണ്ടായിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഒരു പ്രയോജനം അവരെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ ചന്ദ്രന്? എന്നെ കൊണ്ട് അവർക്കും ഗുണമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നീ വന്നതിന് ശേഷം അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ ഞാൻ. ഓ പിന്നെ, ഞാൻ വരുന്നതിന് മുന്നേ ചന്ദ്രൻ അവരുടെ കൂടെ തന്നെ ആയിരുന്നല്ലോ. വിഡ്ഢിത്തം പറയല്ലേ ചന്ദ്ര. പെൺകുട്ടികളെ പെറ്റുകൂട്ടുന്ന പെണ്ണിനെ വേണ്ടാന്നും പറഞ്ഞല്ലേ നിങ്ങൾ എന്റെ കൂടെ കൂടിയത്? അന്ന് മുതൽ താങ്ങും തണലുമായിട്ട് കൂടെ നിന്ന എന്നെ ഇപ്പൊ കുറ്റപ്പെടുത്തുന്നു. നീയല്ലേ ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലാതെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ കുറ്റപ്പെടുത്തിയൊന്നും അല്ല ചന്ദ്ര. ചന്ദ്രൻ ചില സത്യങ്ങളൊക്കെ തിരിച്ചറിയണം, അതിനുവേണ്ടി പറഞ്ഞതാ. അമൃതയുടെ കല്യാണം തീരുമാനിച്ചത് നിങ്ങളെ അറിയിച്ചിട്ടൊന്നുമല്ല. എന്തായാലും ജന്മം കൊടുത്ത ആളല്ലേ, ഒരു ഭംഗിവാക്കെങ്കിലും ഒന്ന് പറയാമായിരുന്നു. ശരിയല്ലേ? നീ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? അവർക്ക് എന്നെ വേണ്ട, എനിക്ക് അവരെയും വേണ്ട. തീർന്നില്ലേ കാര്യങ്ങള്? അങ്ങനെ തീർന്നെങ്കിൽ അത് നല്ല കാര്യം. ഇനി മേലില് പെമ്പിളരെ കുറിച്ച് മേനി പറഞ്ഞ് ഇവിടെ സംസാരിക്കാതിരുന്നാ മതി. എന്നാലും ഒരു ഒറ്റമുണ്ടെങ്കിലും അച്ഛനെടുത്ത് തരേണ്ടതായിരുന്നു. എന്തിന്? രക്തബന്ധമല്ലേ? ഇന്ന് കല്യാണത്തിന് പട്ടും പുടവയൊക്കെ എടുക്കാനായിട്ട് എല്ലാരും കൂടെ പോയേക്കുക. പുത്തനും കോടിപ്പുടവയൊക്കെ ആയിട്ട് മക്കൾ 5 വിലസുമ്പോ കഞ്ഞിപ്പശ മുക്കിയ പഴഞ്ചൻ കുപ്പായം മാത്രം അച്ഛന്. അതുകൊണ്ടാ നാണം കെട്ട അച്ഛനാ നിങ്ങളെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങനെ വിലസി നടക്കാൻ സമ്മതിക്കില്ല ഞാൻ. മുടക്കണം. ആ കല്യാണം നടക്കാതിരിക്കണം. പിള്ളേരോട് മാത്രമല്ല, സഹദേവനോടും കൂടിയുള്ള ദേഷ്യം എനിക്കത്. നീ എന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ, അത് വല്ലതും നടക്കുമോ? നടക്കും. നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടങ്ങും. നിങ്ങളുടെ മൂത്ത മോള് എന്റെ അനിയനുള്ളതാ. അതിനുള്ള കരുക്കള് ഞാൻ നീക്കും. കാര്യത്തോടടുക്കുമ്പോ മനസ്സ് മാറി ചന്ദ്രൻ ഇടപെടാതിരുന്നാ മതി. ഞാൻ ഒന്നിനും തടസ്സം നിൽക്കില്ല. ആ 5 എണ്ണവും എനിക്ക് പുകഞ്ഞ കൊള്ളികളാ. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം.